ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണം? ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ. മഴവെള്ളം വന്നതാ കച്ചവടക്കാരിരിക്കണല്ലേ ഇതേ കണക്ക് എല്ലാവരുടെ നോക്കും. ഇവിടെ ഒരു 5-6 കടകൾ പൂട്ടിയതോ, അതൊക്കെ തുറന്ന് ഇരിക്കുന്ന കടകളാണ്, എല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ എന്തിനായി? സാധാരണക്കാരുടെ കച്ചവടങ്ങൾ പോകും, അത്ര തന്നെ. തീർച്ചയായിട്ടും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഈ കടയ്ക്കുള്ളിലേക്കൊക്കെ വെള്ളമായിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ എത്തുമ്പോൾ അവർ ഈ കടയിലെ ചേട്ടൻ ഈ വെള്ളമൊക്കെ ഇങ്ങനെ തേകി ഈ ഭാഗത്തേക്ക് ഓടയിലേക്ക് ഒഴിക്കുകയായിരുന്നു. കാരണം ഇതിന് അപ്പുറത്തേക്ക് വെള്ളം എത്തിയിരുന്നു. സമീപത്തുള്ള കടകളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. അതീവ ഗുരുതരമാണ് യഥാർത്ഥത്തിൽ ചാലാക്കമ്പളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മഴ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇങ്ങനെ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കച്ചവടം പൂർണ്ണമായി നിലച്ച ഒരു സ്ഥിതിയാണുള്ളത്. ആളുകൾക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ചാല മാർക്കറ്റിലേക്ക് എത്താൻ യാതൊരു കാരണവശാലും കഴിയില്ല. അപരിചിതരായ ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ചാല മാർക്കറ്റിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും ഈ കമ്പുകൾ നാട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ കുഴികളാണ് യഥാർത്ഥത്തിൽ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിചയമില്ലാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട്. ഈ നേരത്തെയൊക്കെ ഇതുവഴി ഒരു സ്ത്രീയൊക്കെ പോകുമ്പോൾ വീണിരുന്നു എന്നാണ് നേരത്തെ ആളുകൾ നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറഞ്ഞത്. ഇതൊരു വലിയ ദുഷ്കരമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് പോലും. ചേട്ടാ, എന്താണ് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചേക്കുക, ഒരു കച്ചവടവും ഇല്ല, എന്താണ് അവസ്ഥ? എന്താണ് കച്ചവടം? ഒന്നും ഒട്ടുമില്ല. മഴ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കം. ഇവിടെ പുതിയ മറ്റേ സ്മാർട്ട് സിറ്റിയുടെ കണക്കാക്കി വെച്ച റോഡ് ഫ്രണ്ടിൽ അടച്ചിട്ടേക്കുന്നുണ്ട്, വെള്ളം പോകുന്നില്ല. ആ റോഡ് ഓടാണ് തോണ്ടി മാറ്റി കൊടുത്താൽ കുറച്ച് വെള്ളം പോയായിരുന്നു. ബുദ്ധിമുട്ടാണ്, കച്ചവടമില്ല. പറയുമ്പോഴും ഇദ്ദേഹം ഈ ചെളിവെള്ളത്തിലിരിക്കുക. നമുക്ക് ഈ കടയ്ക്കുള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെളിവെള്ളമാണ് ഇങ്ങനെ കടയ്ക്കുള്ളിലൊക്കെ കയറി കിടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഉള്ളിയും സവാളയും ഉരുളൻകിഴങ്ങും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഇങ്ങനെ സുരക്ഷിതമായി വെക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഉയർത്തിയൊക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ മേടിക്കാനൊന്നും എത്തുന്ന ഒരു മട്ടില്ല. കാരണം വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ട്. അതൊക്കെയാണ് ഈ ചാല മാർക്കറ്റിലെ ഒരു സ്ഥിതി. ഈ കാണുന്ന പ്രദേശം മുഴുവൻ ഈ കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിച്ചതായിരുന്നു. അതെല്ലാം ഈ മഴ ഇങ്ങനെ ശക്തമായി വെള്ളം ഇങ്ങനെ ഇരച്ചെത്തിയതോടുകൂടി അവർ പൂട്ടിയിട്ട് പോയി. ഈ സമീപത്ത് കുറച്ചുകൂടി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളമാണ്. യഥാർത്ഥത്തിൽ ഒരു കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ചാല കമ്പോളം ഉള്ളത്. ഈ കൃത്യമായി സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ, വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഒന്നും തന്നെ ഈ സാധാരണക്കാരായ കച്ചവടക്കാർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ തീരാ ദുരിതത്തിലാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കച്ചവടത്തിന് ജീവനോപാധിക്ക് വേണ്ടി ഇരിക്കുന്ന മനുഷ്യർക്ക് മഴ കാരണം കട പൂട്ടി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളം ഇരച്ചു കയറുകയാണ്. എത്ര രൂപയുടെ നഷ്ടമുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ കച്ചവടക്കാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പെരുമഴയുടെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് സ്റ്റെഫിൻ നൽകിയത്.